ഗുഡ് മോർണിംഗ്. സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടീസ്? ഞാനപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടിയിൽ തന്നെയാണ്. നമ്മുടെ മുറ്റം കംപ്ലീറ്റ് അടിച്ചു വാരി കഴിയുമ്പോഴേക്കും ഇവിടേക്കൊന്നും ചൂലെത്തിക്കാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെയാണ് ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കാറുള്ളത്. ഇവിടെ ജാതിയും പ്ലാവും ഒക്കെ ഉള്ളത് കാരണം ഇതിൻ്റെ ചോട്ടിൽ നിറയെ ഇതേപോലെ കരിയിലായിരിക്കും. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം തണൽ കിട്ടുക എന്നുള്ളതാണല്ലോ. അത് കാരണം ഈ മരങ്ങളൊന്നും വെട്ടിക്കളയുന്നതിനെ പറ്റി ആലോചിക്കുന്നേ ഇല്ല. ആക്ച്വലി ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ ഗാർഡനിൽ. ഒരുപാട് വെയിൽ കിട്ടുന്ന ചെടികളൊന്നും നമുക്ക് അവിടെ പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. ഈ തണലത്ത് വെക്കുന്ന ചെടികൾ മാത്രമേ ഇവിടെ വെക്കാനൊക്കെ പറ്റുള്ളൂ. എന്നാൽ പോലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്ത് കുറച്ച് തണലുള്ളത് എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ സൈഡിൽ ഊഞ്ഞാലൊക്കെ കിട്ടിയതുകൊണ്ട് അവിടെ ഇരിക്കണമെങ്കിൽ അത്യാവശ്യം തണലൊക്കെ വേണം. അതുകൊണ്ട് ആ മരങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇടയ്ക്ക് ഇതേപോലെ വാരിക്കളഞ്ഞാൽ മതിയല്ലോ. ഗാർഡനിങ് ചെയ്യുന്നവരുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട ഒരു ടൂളാണ് ഇത്. എൻ്റെ ഇപ്പോൾ സന്തത സഹചാരിയാണിത്. ഇത് വെച്ച് കട്ട് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.